സുഹൃത്തുക്കൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സന്തോഷേട്ടനാണ് കേട്ടോ. ഊരിൻ്റെ എല്ലാമായ നമ്മുടെ സ്വന്തം സന്തോഷേട്ടൻ. ജീവിതത്തിലെ ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണെന്ന് പറയും. പക്ഷേ അതെങ്ങനെ വിനിയോഗിക്കുന്നു, വളരെ ആസ്വാദകരമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് സന്തോഷേട്ടനിലൂടെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേട്ട് നോക്കാം. ഞാൻ 2000-ലാണ് തുവൂര് സെറ്റിലാവുന്നത്. അങ്ങനെ 2004-ലാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കുന്നത്. ഇത് 72 സെൻറ്റ് സ്ഥലമുണ്ട്. ഇത് നമ്മുടെ ബാലകൃഷ്ണ പണിക്കരുടെ ഭാര്യയുടെ തറവാടാണ്. പാറുകുട്ടിയമ്മയുടെ ഇതെന്നാ പറയാ, അത്ര എനിക്ക് അറിയുള്ളൂ. നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ? അതെ. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാളികേരത്തും ഭയങ്കര പ്രസിദ്ധമായിരുന്നു ഇവിടുത്തെ നാളികേരം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രസിദ്ധം എന്ന് പറയാൻ കാരണം എന്താണാവല്ലേ? അത് ആ നാളികേരം അത്രയും നല്ല വലിയ വലിയ നാളികേരങ്ങളായിരുന്നു. അത്ര കായമ്പ് തോന്നുന്നുണ്ടോ? അതെ, കഴമ്പ് തോന്നുന്നു. എന്താ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രേ എനിക്കറിയുള്ളൂ. പിന്നെ ഞാനിത് 2004 എടുക്കുമ്പോൾ ആകെ വരൾച്ച പിടിച്ചു കിടക്കണ ഒരു സ്ഥലമായിരുന്നു. കുറച്ച് തെങ്ങുണ്ടായിരുന്നു എന്നല്ലാതെ വേറൊന്നും ഇതിലുണ്ടായിരുന്നില്ല. അന്നൊക്കെ കയക്കോട്ട് കളച്ചു കഴിഞ്ഞാൽ മണ്ണ് തട്ടുകയില്ല, അത്രയും ഉറച്ച മണ്ണായിരുന്നു. അതിനെ ഞാൻ ഇങ്ങനെ വർഷങ്ങളോളം ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ JCB കൊടുത്ത് മൊത്തം മണ്ണ് ഇളക്കി. അതിനുശേഷം ഞാനിങ്ങനെ സ്ഥിരം ഇതിലിങ്ങനെ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ കുറേ വാഴ, പിന്നെ 2-3 പ്രാവശ്യം കരനെല്ലുണ്ടാക്കിയിട്ടോ, നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഇങ്ങനെ കൊത്തിക്കളച്ച് ഇപ്പോൾ മണ്ണ് കുറച്ച് ലൂസായി. പക്ഷേ എന്നാൽ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ നിന്ന് കഴിഞ്ഞാൽ ഒരു 2 ദിവസം 3 ദിവസം വെയിൽ തറച്ചാൽ ഇത് മണ്ണ് തറയ്ക്കും. അത്ര ടൈപ്പ് മണ്ണ്. പക്ഷെ എന്നാലും ഞാൻ പലതവണ ഇങ്ങനെ ഇളക്കിയിട്ട് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി, വാഴ, കുറച്ച് പഴവർഗ്ഗങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഞാൻ എന്താ പറയുക വെച്ചാൽ ഇതൊരു എൻ്റെ ഒരു വ്യായാമശാല. രാവിലെ വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഇവിടെ ഞാൻ അധ്വാനിക്കും എന്തെങ്കിലുമൊക്കെ. എന്നാൽ ഈ പറഞ്ഞ മാതിരി വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാറില്ല കേട്ടോ. ഞാൻ നമുക്ക് ആവശ്യമുള്ള ഇതേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ കുറച്ച് വാഴയാണ് കൂടുതലുണ്ടാവുക. അത് അപ്പം കൊണ്ടുപോയിട്ട് വെട്ടി വിൽക്കും. അങ്ങനെ ഇത് ചെയ്യുന്നു. ഇപ്പോൾ വീടിൻ്റെ നല്ലൊരു തറവാടുണ്ട് ഇവിടെ. അതിൻ്റെ ബാക്കിൽ ഞാൻ കംപ്ലീറ്റ് പഴവർഗ്ഗങ്ങളാണ് വെച്ചിട്ടുള്ളത്, വിവിധ തരം പഴവർഗ്ഗങ്ങൾ. അതിങ്ങനെ പലപ്പോഴും ഇപ്പോൾ റംബൂട്ടാനൊക്കെ 1 പ്രാവശ്യം ഭയങ്കരമായിട്ടുണ്ടായി. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. ഞങ്ങൾ ഈ ജോലിക്കിടയിലുള്ള ഈ 1.5 മണിക്കൂറല്ലേ അതെ ആകെ കിട്ടുന്നത് ഈ 1.5 മണിക്കൂറാണ് ആകെ കിട്ടുന്നത്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? തുടർച്ചയായിട്ട് പോയിട്ട് കുറേ വർഷമായി. ഞാൻ ആനക്കയത്ത് ടാറ്റാ സ്റ്റീലിന്റെ ഒരു കേരള ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അവിടെ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെയും ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഞാൻ അവിടെ പോയതാണ് ഈ കമ്പനിയിൽ. അങ്ങനെ ചെന്നിട്ട് അവിടുത്തെ മുതലാളിയായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവിടെ ജോലിക്ക് കയറിയതാണ്. ഇപ്പോൾ 16 വർഷമായി അവിടെ. പിന്നെ ഒരു 14 വർഷം ഗൾഫിലുണ്ടായിരുന്നു, 14 വർഷം ബോംബെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വലിയൊരു ജീവിതാനുഭവങ്ങൾ കണ്ടമാനുണ്ട്. പിന്നെ ഞാൻ തബല വായിക്കും, മൃദംഗം വായിക്കും, ചെണ്ട കൊട്ടും. പിന്നെ ഇതൊക്കെ ആദ്യം മുതൽ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ശരിക്കും സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ കുട്ടിക്കാലത്തൊന്നും അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും എൻ്റെ ആഗ്രഹങ്ങളെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൽ 10-63 വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സഫലമാക്കി എന്നുള്ളതാണ്, ഞാൻ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ തബല പഠിക്കുന്നത് 32-33 വയസ്സിലാണ്. അത് സൗദി അറേബ്യ 33 വയസ്സിലാണ് ഞാൻ തബല പഠിക്കുന്നത്. അത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ സൗദി അറേബ്യയിൽ വെച്ച് പഠിച്ചിട്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് എന്താ പറയുക, അവിടെ ഞാൻ ജയേന്ദ്രൻ, അതുമാതിരി യേശുദാസ്, NG ശ്രീകുമാർ, കലാഭവൻ മണി, ഇവർക്കൊക്കെ സ്റ്റേജ് മുമ്പിൽ വേദി പങ്കിട്ടുണ്ട്. അത് ശരി. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ട് പിന്നെ ഒട്ടനവധി വേദികൾ അല്ലാതെ തന്നെ പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ മൃദംഗവും ചെണ്ടയും പഠിക്കുന്നത്. ചെണ്ട ഞാൻ പഠിക്കുന്നത് പോരൂർ ഹരിദാസ് മാഷ അടുത്താണ് ചെണ്ട പഠിക്കുന്നത്. അത് 55-ാം വയസ്സിലാണ് ചെണ്ട എന്ത് ചെയ്യുന്നത്. എന്നിട്ട് അരങ്ങേറ്റം കഴിഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട്.
പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനാണ്. കാരണം നമുക്ക് ഇങ്ങനെ വേദികളില്ലല്ലോ, കുട്ടി നടക്കാനുള്ള വേദികളില്ല, സമയമില്ല. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ അല്ല, ഞങ്ങളുടെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ വളരെ പ്രസിദ്ധനായൊരു ഭാഗവതരായിരുന്നു. ഈ തൂരിലെ വളരെ വർഷങ്ങൾ മുമ്പുള്ള ഒരു സാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. GP ഗോവിന്ദപിഷാരടി എന്ന് പറയും. അദ്ദേഹത്തിന്റെ പേരിക്ക് ഞങ്ങളിവിടെ ഒരു സ്മാരക ഇതിന്റെ ഒരു സംഗീതവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഞങ്ങളിവിടെ ഉണ്ട്. GP ഗോവിന്ദപിഷാരടി സ്മാരക എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞങ്ങൾ നടത്തുന്നത്. നമ്മുടെ വിദ്യാനികേതൻ സ്കൂളുണ്ടല്ലോ, അതവിടെ നിർജീവമായിട്ട് കിടക്കരുത്. അപ്പോൾ അവിടെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ചെണ്ട പഠിപ്പിക്കുന്നത്, തബലയും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠനൊക്കെ അവിടെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ വിവിധ കലകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, ഇതിന് പുറമെ ജീവാരണ്യ പ്രവർത്തനമായിട്ട് കനിവ് ആംബുലൻസിന്റെ വളരെ ഇതായിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ പാർട്ടിയിലും സജീവമാണ്. അതേപോലെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ദിശ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടായിരുന്നു. ഈ പിന്നെ ഭിന്നശേഷി കുട്ടികളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സിദ്ധി തൂരും, ശൈതലവി, ഷഹീസ്, അങ്ങനെ കുറെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സജീവമായിട്ട് നമ്മുടെ രാഷ്ട്രീയവും കലയും ഒക്കെ ഇഴുകി ചേർന്നിട്ട് എല്ലാം ഇതിൽ നിൽക്കുന്നുണ്ട്. സംഗീതത്തോട് നിങ്ങൾക്ക് വലിയൊരു ഇതുണ്ടല്ലോ. പിന്നെ ഞങ്ങള് അതിലെങ്ങനെ പോരുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ പാട്ടുണ്ടാവും അല്ലേ? അതെ അതെ അതെ. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ കൂടി ഒന്ന് പറഞ്ഞാണ്. ഇഷ്ടപ്പെട്ട പാട്ട്? ഇഷ്ടപ്പെട്ടത് സെമി ക്ലാസിക്കൽ പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കച്ചേരി പാട്ടുകൾ, സെമി ക്ലാസിക്കൽ, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്നത്. യേശുദാസിന്റെ ഏതെങ്കിലും ഒരു പാട്ട് എന്നാലും പറഞ്ഞാണ്. യേശുദാസിന്റെ പറയാൻ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. യേശുദാസിനിപ്പോ പെട്ടെന്ന് എടുത്തു പറയാൻ മനസ്സിൽ വരുന്നില്ല. പക്ഷെ എല്ലാ സെമി ക്ലാസിക്കൽ പാട്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ സംഗീതോത്സവങ്ങൾക്ക് മൃദംഗം വായിക്കാൻ പോകാറുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു നിലമ്പൂർ നാദാർച്ചന ഭജൻസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഭജനയുടെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഭജൻസ്, നിലമ്പൂർ നാദാർച്ചന ഭജൻസ്, അതിൽ ഞാൻ തബലിസ്റ്റാണ്. അങ്ങനെയും പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ല, ഒഴിവില്ലെങ്കിലും അതെ, അങ്ങനെ സമയം കണ്ടെത്തുന്നുള്ളതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എവിടുന്ന ഇതിനൊക്കെ സമയം. പക്ഷെ ഈ സമയം 24 മണിക്കൂറിനെ എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ ക്രമീകരിക്കുന്നു, അതിലാണ് ഈ കാര്യം കിടക്കുന്നത്. പിന്നെ നമ്മുടെ താല്പര്യം അതുകൊണ്ട് അതെ, നമ്മൾ എന്താണോ നമ്മുടെ താല്പര്യം അതിലെപ്പോഴും നമ്മൾ സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു ഉന്മേഷം കിട്ടും. നല്ലൊരു ഇതാണ്. അതെ, ഇങ്ങനെയൊക്കെ ആയാലും ഇതിനിടയ്ക്ക് എനിക്ക് പിന്നെ ഒരു 3 വർഷം മുമ്പ് ബ്ലോക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിനൊക്കെ ഞാൻ അതിജീവിച്ചു. അതിപ്പോ ഒരു അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ നട്ടാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര അധ്വാനിയായിരുന്നു, സ്കൂൾ മാഷായിരുന്നു. പക്ഷെ സ്കൂളിൽ പോകുന്നവരെ രാവിലെ കയക്കോട്ട് നിലത്ത് വെക്കില്ല. അതെ, അതൊന്ന് കിട്ടിയതാണ് എനിക്ക്, അത് യാതൊരു സംശയമില്ല. ആ അച്ഛൻ്റെ പേര് തന്നെ ഓർമ്മ ഇതായിട്ടാണ് ഞാൻ ചെറുകാട് എന്നുള്ള ഈ സ്ഥലത്തിന് പേര് കൊടുത്തത്. കാരണം പിന്നെ എന്നെ കാണുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ പല പ്രവൃത്തികൾ കാണുമ്പോൾ എൻ്റെ അച്ഛനെ പോലെ തന്നെ പലരും പറയാറുണ്ട്. അങ്ങനെയും പറയാറുണ്ട്. അതൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതെ, അത് വളരെ അംഗീകാരമായിട്ട് വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ആയിക്കോട്ടെ, സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ